ഡിവിഷൻ മത്സരിച്ചു വന്ന വിവാദങ്ങൾക്കൊടുവിൽ മികച്ച വിജയം നേടിയ ആശ്വാസത്തിലാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കൂടിയായ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ. 1.5 പതിറ്റാണ്ട് ശേഷമാണ് UDF പൈനാവ് ഡിവിഷൻ തിരിച്ചുപിടിക്കുന്നത്. റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കും ചെറുതോണിയിലെ ബസ് സ്റ്റാൻഡും അടക്കം യാഥാർത്ഥ്യമാകുന്നുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്നും സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ് UDFന്റെ വിജയത്തിന് കാരണമെന്നും ഫ്രാൻസിസ് പ്രതികരിച്ചു. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും പൈനാവ് ജില്ലാ ഡിവിഷൻ ജയിച്ചു വന്ന ശ്രീ ഫ്രാൻസിസ് അറക്കപ്പറമ്പിലാണ്. സ്വാഗതം ചെയ്യാം ശ്രീ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ. നമസ്കാരം. നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ പൈനാവ് ഡിവിഷനിൽ നിന്ന് ഏറ്റവും ഉജ്ജ്വലമായ ഒരു വിജയം നേടി. ജില്ലയിൽ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു വിജയം നേടി, ഏറെ അഭിമാനപര ഒരു വിജയം നേടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആദ്യത്തെ സമയത്ത് ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. താങ്കളുടെ ഈ ഡിവിഷനിൽ നിന്ന് മാറി പൈനാവ് ഡിവിഷനിൽ പോയി മത്സരിച്ച് ചില പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു നല്ല വിജയം നേടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? ആശയക്കുഴപ്പം എന്നത് അത് പ്രസക്തമില്ല. കാരണം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. തീർച്ചയായും സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ ജില്ലയിലുള്ള 6 ജനറൽ സീറ്റുകളിൽ എവിടെ മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാലും അവിടെ മത്സരിക്കുക എന്നുള്ളതാണ്, പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടത്. ആ കാര്യം 100% ആത്മാർത്ഥമായി ചെയ്യുവാനായിട്ട് എന്നെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നത് 15 വർഷം മുമ്പ് അഡ്വക്കേറ്റ് ജോർജി ജോർജാണ് ഏറ്റവും അവസാനം പൈനാവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ജയിച്ചതിന് ശേഷം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ആണ്. അപ്പോൾ ആ ഒരു ഡിവിഷനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, വികസന കാഴ്ചപ്പാടുകൾ എല്ലാം ഒന്ന് വ്യക്തമാക്കാം. നമ്മൾ ആദ്യമേ തന്നെ ഇലക്ഷൻ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടതായ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ആ ഡിവിഷനിൽ മരിയാപുരം, വാഴത്തോപ്പ് പഞ്ചായത്തുകൾ പൂർണ്ണമായും, കാമാക്ഷി പഞ്ചായത്തിൻ്റെ 9 വാർഡുകളും, അതോടൊപ്പം തന്നെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചുരുളി ഡിവിഷൻ ബ്ലോക്ക് ഡിവിഷനുമാണ്. അങ്ങനെ 44 വാർഡുകളാണ് ഈ ഡിവിഷൻ്റെ ഭാഗമായിട്ടുള്ളത്. എല്ലാ വാർഡുകളിലും തന്നെ റോഡുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് മോശം സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പം അതിനൊരു പുനരുദ്ധാരണം ഉണ്ടാകണം. പിന്നെ ചെറുതോണിയായി ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് ഗതാഗത കുരുക്കാണ്. അപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടിട്ട് വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിർമ്മാണം പാതി വഴി നിന്നിരിക്കുകയാണ്. അപ്പം ബസ് സ്റ്റാൻഡ് പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം, അത് പൂർത്തീകരിക്കണം. അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റിയിലുള്ളതാണ്. അതുപോലെ തന്നെ കുടിവെള്ള വിഷയങ്ങൾ പല മേഖലകളിലുമുണ്ട്. ആ വിഷയങ്ങളിലെല്ലാം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ നടത്താനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നാളുകളിലെ പ്രവർത്തനങ്ങൾക്ക് ഫ്രാൻസിസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ഷിജോ ഫിലിപ്പിനൊപ്പം ഷിനു ഫിലിപ്പ്, സിറ്റി വിഷൻ, ഉപ്പുതറ.